നമ്മളെ ഈവനിങ് സ്നാക്ക് റെസിപ്പി സീരീസിലെ ഡേ 2 ആണ് കേട്ടോ. ഇന്ന് ഞാൻ മക്രോണി വെച്ചിട്ട് ഒരു ഐറ്റമാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പൊലിവിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതന്നെയല്ലേ മക്രോണി വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കണമെന്ന്. എന്നാലും ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മക്രോണി അവിടെ കഴുകി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിലൊക്കെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെവിടെ പച്ചമുളക് എന്നിട്ട്. പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല, ആ കുട്ടീസിന് കഴിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്തിട്ട് ഞാൻ എപ്പോൾ എന്തുണ്ടാക്കിയാലും അത് കിട്ടൽ കുട്ടീസിനായിരിക്കും, പിന്നെ ആകെ സീനാവും. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ മാഗി ക്യൂബിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ തോന്നി അത് പോരാ, ആ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് കിട്ടണില്ല, അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു. ആദ്യം ഉപ്പ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പകുതി ചേർത്തത് കേട്ടോ. ലാസ്റ്റ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒറിഗാനോ ഇല്ലാതെ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, പറ്റായികയൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒറിഗാനോ എന്ന് പറയുന്ന ഒരു ഹെർബ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. മുന്നേ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി അതിലേക്ക് ചേർത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്രോണി മസാല റെഡി. ഇത് ഞാൻ ഒലീവ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തിട്ടും ചെയ്യുക. എൻ്റെ കയ്യിലിപ്പോൾ ഒലീവ് ഓയിൽ ഉള്ളതുകൊണ്ടും ഒരു വിദേശി ടച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടും അങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് മാത്രം. പിന്നെ അത് അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ തിരഞ്ഞിട്ടും കാണാനില്ല, ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മളെ മുറ്റത്ത് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കറിവേപ്പില ഇല്ലാതിരിക്കില്ലല്ലോ, അപ്പോൾ അതും കൂടി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം, എനിക്കിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മക്രോണി മസാല റെഡി.